ഹൽവ കിട്ടിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി യുവാവ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൽവയും തമ്മിൽ എന്താണ് ബന്ധമെന്നാണെങ്കിൽ ബന്ധമുണ്ട്. കന്നി വോട്ടർമാരെ ആകർഷിക്കാനായി ഇത്തവണ ഹൽവ നൽകുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ വോട്ട് രേഖപ്പെടുത്താനായി ബൂത്തിലേക്ക് എത്തിയ സമയത്ത് മുൻപ് പ്രഖ്യാപിച്ചിരുന്ന പോലെ ഹൽവ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ടായി. ഈ അവസ്ഥയിലാണ് ഹൽവ കിട്ടിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു കന്നി വോട്ടർ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയത്. തിരുവല്ല നീരേറ്റുപുറം സ്വദേശിയായിട്ടുള്ള ആരോൺ ഫിലിപ്പാണ് ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷനെ പരാതിയുമായി സമീപിച്ചത്. ആരോൺ തന്നെ നമുക്കിപ്പം ചേരുകയാണ്. ഹൽവ കിട്ടിയോ, പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ ആരോൺ തന്നെ പറയും. കന്നി വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടി ഹൽവ മധുരമായി നൽകുന്നുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ പൗരാവകാശം രേഖപ്പെടുത്താൻ വേണ്ടി തന്നെ പോയപ്പോൾ ഈ കന്നി വോട്ടർ ഈ സംഭവം വെച്ചിട്ട് ഞാൻ ബൂത്തിൽ ചോദിച്ചു. അപ്പോൾ എന്നോട് ഇല്ല എന്ന്, ഈ ബൂത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് നോക്കിയപ്പോഴേക്കും സെലക്റ്റഡ് ആയിട്ടുള്ള ബൂത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. അത് വെച്ചിട്ട് ഞാൻ ഒരു കൗതുകത്തിൻ്റെ പുറത്തും, പിന്നെ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമല്ലല്ലോ വോട്ട് ചെയ്യുന്നത്, വോട്ടവകാശം എല്ലാവർക്കും തുല്യമാണ്. തുല്യത വേണമല്ലോ അവിടെ. അതെ, കന്നി വോട്ടർമാരും തുല്യരാണ്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ഒരു കൗതുകത്തിൻ്റെ പുറത്തും കൂടാണ് ഞാൻ ഇലക്ഷൻ കമ്മീഷനും പത്തനംതിട്ട കളക്ടർക്കും മെയിൽ അയക്കുന്നത്. ആ മെയില് പെട്ടെന്ന് കയറി ക്ലിക്കായി. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് സംഭവിച്ചതെന്ന് പറയുമ്പം അരമണിക്കൂറിന് മെയിൽ അയച്ച് അരമണിക്കൂർ കഴിഞ്ഞ ഉടനെ എനിക്ക് മറുപടി വന്നു. അതായത് പരാതി സ്വീകരിച്ചു എന്ന് പറയുന്നൊരു അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് വന്നു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ ഉടനെ ഇലക്ഷൻ കമ്മീഷനായിട്ടുള്ള കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവർ വിശദമായിട്ട് പറഞ്ഞു തന്നു എന്താണ് സെലക്റ്റഡ് ആയിട്ടുള്ള ബൂത്തിൽ മാത്രം കൊടുക്കാനുള്ള കാരണമെന്ന്. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രതിഷേധവും ഞാൻ പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് വന്ന് അതിൻ്റെ ഇടയ്ക്ക് അവർ എൻ്റെ അഡ്രസ്സ് ചോദിച്ചു. അഡ്രസ്സ് ഞാൻ കൊടുത്തു. കൂടാതെ അതിനകത്ത് ഫോൺ നമ്പറോടെ കൊടുത്ത ഉടനെ എന്നെ അഡീഷണൽ CEO ഒരു ഷാർമിള മാഡം എന്നെ വാട്സപ്പിൽ കൂടെ കോൺടാക്ട് ചെയ്തിട്ട് അലുവ എത്തിച്ചു തരാമെന്ന്, ഇത്രാം തീയതിക്കുള്ളിൽ അലുവ എത്തിച്ചു തരാമെന്ന് ഉറപ്പ് വരികയും ചെയ്തു. അങ്ങനെ പറഞ്ഞ ഡേറ്റിൽ 5 ദിവസം പരാതി കൊടുത്ത് 5ാമത്തെ ദിവസം സാധനം കിട്ടി. എന്താണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഹൽവ അവസാനം കിട്ടി. ഇതിനകത്ത് രസകരമായ ഒരു കാര്യം, ഇത് സംബന്ധിച്ച് FB പോസ്റ്റ് ഇട്ടപ്പോൾ അതിനിടയിൽ വന്നൊരു കമൻ്റാണ്. അതായത് ഹൽവ കിട്ടി എന്ന് പറയുന്നുണ്ട്, എത്ര കിലോ കിട്ടി എന്ന് താങ്കൾ പറയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പം എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു ഹൽവയുടെ പങ്ക് അവർക്കൂടെ കൊടുക്കണമെന്നാണ്. അപ്പം ഇതാണ് ഹൽവയുടെ അവസ്ഥ. ഇതിപ്പം ചോദിക്കുന്നവർക്ക് പങ്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു 2-2.5-3 കിലോ മേടിച്ചിട്ട് വേണം എല്ലാവർക്കും കൂടെ ഉള്ള ഹൽവ കൊടുക്കാൻ. അപ്പോൾ താങ്കൾ സ്റ്റുഡൻ്റാണ്, കോളേജ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ എന്താണ് ഇപ്പോൾ പറയുന്നത്? സുഹൃത്തുക്കൾ എല്ലാവരും ഭയങ്കര ഷോക്ക്ഡാണ്. എടാ എൽദോ നിന്നെ സിനിമയിൽ എടുത്തടാ എന്നൊക്കെയാണ് അവർ പറയുന്നത്. എല്ലാവരും ഭയങ്കര ഷോക്ക്ഡാണ്. എല്ലാവർക്കും ഒരു കൗതുകമാണ് നമ്മളെ TV-ലൊക്കെ കാണുമ്പോൾ. അപ്പം ഇങ്ങനെ ഒരു റിസൾട്ട് ഇതിനുണ്ടാകുമെന്നുള്ളത് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലല്ലോ, ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നു, ഇങ്ങനെ ഇത്ര എഫക്റ്റീവായിട്ടൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇലക്ഷൻ്റെ ചൂടിൽ ഇലക്ഷൻ്റെ അന്ന് രാത്രി തന്നെ അയക്കുമ്പോൾ അവർക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ബൂത്ത് സീൽ ചെയ്യണം, ബാലറ്റ് സീൽ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളപ്പോഴാണ് ഇത് അവർ കാര്യമായിട്ട് തന്നെ എടുത്ത്, അതായത് നമ്മുടെ പരാതി അവർ മനസ്സിലാക്കി വേണ്ട നടപടി എടുത്തു എന്ന് തന്നെ വേണം പറയാം. കോളേജ് വിദ്യാർത്ഥിയാണ്. എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ കോട്ടയം ബെസിലിസ് കോളേജിലാണ് പഠിക്കുന്നത്. സെക്കൻഡ് ഇയർ BA ഇംഗ്ലീഷ്. ക്യാമ്പസ് രാഷ്ട്രീയത്തിലൊക്കെ സജീവമാണോ? അല്ല. ഇതെന്താണെങ്കിലും ഒരു അവകാശമാണ്. പറഞ്ഞിട്ട് കിട്ടാതിരുന്നപ്പോൾ അത് അവകാശമാണ്, അതുകൊണ്ട് ചോദിച്ചു നേടിയെടുത്തു എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും അവർ പറഞ്ഞതാണ്, കന്നി വോട്ടർമാർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മുടെ അവകാശമാണ് മേടിക്കുക എന്നുള്ളത്. എല്ലാ കന്നി വോട്ടർമാർക്കും കിട്ടണം. പക്ഷെ ഇതൊരു വിവാദമാവരുത്. എല്ലാവരോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സമീപിച്ചിട്ട്. അതേപോലെ തന്നെ ഫുൽവ എന്ന് പറഞ്ഞ ബ്രാൻഡിന് നല്ലൊരു പ്രൊമോഷൻ എന്തായാലും ഈ വഴി കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആരോൺ ഉള്ളത്. ഇക്കുറി കന്നി വോട്ടർമാരെ ആകർഷിക്കാനായി ഹൽവ നൽകുമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ആരോൺ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മുൻപ് പ്രഖ്യാപിച്ചിരുന്നത് ഹൽവ ചോദിക്കുകയുമായിരുന്നു. എന്നാൽ അത് ഈ ബൂത്തിലില്ല, തിരഞ്ഞെടുക്കപ്പെട്ട ചില ബൂത്തുകളിൽ മാത്രമേ ഉള്ളൂ എന്ന് ആ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച ആരോൺ പത്തനംതിട്ട ജില്ലാ കളക്ടർക്കും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകുന്നത്. എന്താണെങ്കിലും ആ പരാതിയിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. ആരോണിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊറിയറായി ഹൽവ അയച്ച് നൽകിയിരിക്കുകയാണ്. അവകാശപ്പെട്ടത് പരാതി നൽകിയിട്ടാണെങ്കിൽ പോലും നേടിയെടുക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ആരോൺ ഫിലിപ്പ്. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.